بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين آداب الإمامة والقدوة ഇമാമത്തിൻ്റെ ആദാബ് അതാര് ചെയ്യേണ്ടത്? ഇമാമ ചെയ്യേണ്ടത്. വൽ ഖുദുവത്തി ഇമാമിനെ തുടരലിൻ്റെ ആദാബ് അതാര് ചെയ്യേണ്ടത്? മഅ്മൂമ്. യംബഗീ ലിൽ ഇമാമി അൻ യുഖഫിഫ സ്വലാത്ത ഇമാമിന് അനിവാര്യമാണ് നമസ്കാരം ലഘൂകരിക്കുന്നത്. ലഘൂകരിക്കുന്നത് എന്നാൽ സുന്നത്തെല്ലാം ചാടിയിട്ട് എന്തെല്ലോ തടവടയാക്കണമെന്നല്ല. ബിഫിഇൽ അബ്ആദി വൽ ഹൈആത്തി എന്നാണ് എന്താക്കിയത്. അതായത് അമിതമായ നീട്ടലിനാണ് ഒഴിവാക്കാനായി പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായി നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. എത്രയോ തസ്ബീഹും ചെല്ല, എത്ര വലിയ അൽബക്കർ സൂറത്തുൻ നാസ് വരെ വേണേൽ ഖത്തം തീർത്തിട്ട് ഒറ്റ ഖിയാമിൽ ഓതാം. അതെ. അപ്പോൾ ഇത് തഖ്ഫീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബാദും ഹൈആത്തും എല്ലാം ചെയ്യണം. അത് അള്ളാൻ്റെ ഹക്കാണ്. അത് ചെയ്തുകൊണ്ട് തഖ്ഫീഫാക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതെ, തഖ്ഫീഫാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ സ്വന്തം നഫ്സിനെ തന്നെ തഖ്ഫീഫാക്കി. ഇനി അതും കൊട്ട് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് സൂന്നിയെല്ലാം അതിൽ നിന്നോട് തഖ്ഫീഫാക്കലില്ല. ഖാല അനസുൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ സല്ലൈതു ഖൽഫ അഹദിൻ, ഞാൻ ഒരാളെ പിന്നിൽ നമസ്കരിച്ചിട്ടില്ല. അഖഫ്സ സ്വലാത്തൻ, നമസ്കാരം ഏറ്റവും ലഘുവായത്, അതോടൊപ്പം തന്നെ വലാത്തമ്മ, ഏറ്റവും പൂർത്തിയായത്. ഏറ്റവും പൂർത്തിയായതുമാണ്. അത് ഒന്നിൻ്റെ കുറവില്ല. പക്ഷേ നീട്ടല്ലോ ലഘൂകരിച്ചത്. അങ്ങനത്തെ നമസ്കാരം മീൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ. അപ്പോൾ അത്തമ്മമാണ് അഖഫുമാണ് എന്നായി. ജമാഅത്തിൻ്റെ മഹത്വം ഹദീസ് വേറെ വരുന്നത്, നമുക്ക് ചട്ടൻ്റെ വായിക്കാം. അതെ. ഇനി വലാ യുകബ്ബിറു, ഇമാമ് തക്ബീർ ചെല്ലരുത്. മാലം യഫ്റുഖിൽ മുഅദ്ദിനു മിനൽ ഇഖാമ, മുഅദ്ദിന് ഇഖാമത്തിൽ നിന്ന് തീരുന്നതിന് മുമ്പായിട്ട് തക്ബീർട്ടാൻ പാടില്ല. എന്നുകൊണ്ടാണ് മഅ്മൂമിങ്ങൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും, കേൾക്കുകയും ചെയ്യില്ല ചിലപ്പോൾ. വമാലം തസ്തവി സുഫൂഫ്, അതുപോലെ സഫുകൾ ലബലാകാത്ത കാലത്തോളം തക്ബീർ ചെല്ലരുതെന്ന് ഇമാമിൻ്റെതാണ് പറയുന്നത്. വയർഫഉ സൗതഹു ബി തക്ബീറാത്ത്, എല്ലാ തക്ബീർ കൊണ്ടും ശബ്ദം ഉയർത്തണം. ഏതെല്ലാം തക്ബീറുണ്ടാകും? ഒന്ന് റുക്കോയിലേക്ക് ഉണ്ടാകും, പിന്നെ ഇന്ത്യക്കാല് തക്ബീറെല്ലാം വന്നു. അപ്പോൾ എല്ലാ തക്ബീറും എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അടക്കം വന്നു. വലാ യർഫഉൽ മഅ്മൂമു സൗതഹു, മഅ്മൂമ് ഉയർത്താൻ പാടില്ല ശബ്ദം. ഇല്ലാ ഖദ്റ മാ യുസ്മിഉ നഫ്സഹു, ഓനെ സ്വന്തം തടിയാക്കത്തക്ക രീതിയിലല്ലാതെ. അപ്പോൾ ഇമാമ് ജഹറാക്കി എന്ന് പറഞ്ഞിട്ട് ഇവൻ ജഹറാക്കേണ്ടതില്ല. ഇനി വയൻബിൽ ഇമാമത്ത, ഇമാം എന്താക്കണം? ഇമാമാണെന്ന് കരുതണം. ഇല്ല, സ്വന്തം നഫ്സ് കേട്ടാൽ മതി. അടുത്ത് കേൾക്കുന്നത് ജഹറാണെന്നല്ല ദ്വൈഫ പറഞ്ഞത്. ജഹ്റിൻ്റെ ലാഭിത്ത പറഞ്ഞാൽ തൊട്ടടുത്ത് ഇയാളെന്താണോളെ ചെല്ലുന്നതെന്ന് ഛർദ്ദിച്ചാൽ തിരിയുമെങ്കിൽ അത് ജഹ്റാണ്. അപ്പോൾ ഇന്ന് നടക്കുന്നത് ജഹ്റിൻ്റെ താരീഫിലാണ് പെടുന്നെന്ന് പറയുന്നു. ഇനി ഇതിനേക്കാണെ കുറച്ചാൽ പിന്നെ ഹദീസ് നഫ്സായിട്ട് മാറുകയും ചെയ്യും. ശല്യാന്നുണ്ടെങ്കിൽ അങ്ങ് തശ്വീഷാക്കുന്ന ആൾ ഏതോ സാധാരണ ഈ സിറ് കൊണ്ടുതന്നെ തശ്വീഷാകുന്നുണ്ടാ. നമ്മൾ എണീച്ച് ബാക്കി നിൽക്കരിക്കുമ്പോൾ അടുത്തേക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ജഹറാക്കണ്ടെന്നല്ലേ പറഞ്ഞു. കഴിച്ച് ബാക്കി നിൽക്കുന്ന ആൾ ജഹറാക്കണ്ടുണ്ടാവും. പക്ഷെ മറ്റുള്ളവർക്ക് ശല്യമുണ്ടെങ്കിൽ അത് ജഹറാക്കണ്ടാന്ന്. അപ്പോൾ ഇമാമാണെന്ന് കരുതണം എപ്പോഴും. ജുമായിലൊഴികെ, ജുമായിൽ രണ്ടാക്കും ജമാഅത്ത് വേണമല്ലോ. അപ്പോൾ അവിടെ ഇമാമും കരുതണം, മഅ്മൂമും കരുതണം. അതെ. മറ്റുള്ളതിൽ ഇമാമാണെന്ന് കരുതാഞ്ഞാൽ എന്താവില്ല, അയാൾ ഇമാമ് ആയി മാറൂല. സാധാരണ ജമാഅത്തിൽ മഅ്മൂമ് ഇമാമിനോടൊപ്പം കരുതിയും വേണം. എന്തുകൊണ്ട്? ഇമാമിനൊപ്പിച്ചൊരു നിസ്കാരത്തിന് മാറ്റം വരുന്നുണ്ടല്ലോ. കുറേ സൂറത്ത് ഒഴിവാക്കുന്നുണ്ട്, ഫാത്തിഹൻ്റെ തഹമ്മുലുണ്ട്, റക്അത്ത് അടിമറിയുന്നുണ്ട്, കൂലി കിട്ടൂല, നിസ്കാരം ശരിയാവും. മഅ്മൂമാണെന്ന് കരുതാത്ത കാലത്തോളം എന്തുകൊണ്ട് നിസ്കാരം അട്ടിമറിയുമ്പോൾ ശരിയാവില്ല. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ് പോയി മറിച്ചത്? അതെ, അയാൾ അവിടുന്ന് കരുതിയാൽ മതി. അതെ, തോണ്ടണമെന്നില്ല എന്ന് പറയും. അതെ, അന്നേരം കരുതിയാൽ മതി. അത് അലി അനാലൽ ഫളില,
ജമാഅത്തിൻ്റെ ഫضല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിഹത്തിന് വേണ്ടിയിട്ടല്ല. ഫൈലം ഞൻവി ഇമാമത്തിനെ കരുതിയിട്ടില്ല എന്നാലും സഹത്ത് സലാത്തുൽ മമൂമീങ്ങളുടെ നിസ്കാരം സഹിയാവും. എപ്പോൾ ഇതാ നവവൽ ഇക്തിഹദാദ ബിഹ അയാളോട് തുടരണ് മമൂമികൾ കരുതിയിട്ടുണ്ടെങ്കിൽ വനാലു ഫضലൽ ഖുതുബത്തിൻ്റെ ഫضല് മമൂമികൾക്ക് കിട്ടുകയും ചെയ്യും. അത് ഇമാമൽ പോരായ്മ ഇവിടെ വന്നില്ലല്ലോ. അയാൾക്ക് ജുമ ഉണ്ടാവില്ല. കാരണം അത് ജുമാഅത്ത് അതിന് നിർബന്ധമല്ലേ. ജുമാൻ്റെ ശുറൂത്തിൽപ്പെട്ടതല്ല ജമാഅത്തായി സംഭവിക്കുവാന്ന്. ഒറ്റക്ക് നിസ്കരിച്ച് നടക്കാത്ത കാര്യമല്ല ജുമാ. ഞാൻ ഇമാം മാറ്റിക്കിരിക്കുന്നു എന്നും കരുതണം, ഞാൻ മമ്മൂ മാറ്റിക്കിരിക്കുന്നത് ബേക്കിലുള്ളവരും കരുതണം. ജുമാൻ്റെ ഹുസൂസിയത്ത് മമ്മൂവിന് കിട്ടും. പക്ഷെ അന്നേരം വേറെന്താന്ന് ഇയാളെ എണ്ണം കറക്റ്റാക്കിയത് ഇയാളെ അടക്കാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ആ കോലാന്ന് ഇവിടെ എത്തുമ്പോഴെങ്കിൽ ഇങ്ങനെ ഇമാം അടക്കമാണ് നമ്മളെ മെമ്പർഷിപ്പെങ്കിൽ ഒരാൾ മൈനസ് ആയിട്ടുണ്ടല്ലോ. അയാൾ കഴിഞ്ഞതിന് ശേഷം അപ്പൊക്കെ ചുമ്മാ കിട്ടിയില്ല എന്നത്തെ സാഹചര്യമാണ് നോക്കിയിരിക്കേണ്ടത്. വയുസിറു ബി ദുആഇൽ ഇഫ്തിതാഹിൻ്റെ ദുആ സിറാക്കലാണ്. ഇതെല്ലാം ഇമാമിൻ്റെ ഇതാ പറയുന്നത്. വത്തഅവ്വുദി അതുപോലെ തന്നെ തഅവ്വുദും അഊദും സിറാക്കണം. ഏതുപോലെ കൽ മുൻഫരിദി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളെ പോലെ തന്നെ. വയജ്ഹറു ബിൽ ഫാത്തിഹത്തി ബസ്സൂറ അതുപോലെ ഫാത്തിഹ കൊണ്ടും സൂറത്ത് കൊണ്ടും ജഹറാക്കണം. എവിടെയല്ലോ ഫി ജമീഇ സുബ്ഹിൻ്റെ 2 റക്അത്തിൽ മുഴുവനത്തിലും. ആകെ 2 വ ഊലത്തൈൽ അവലത്തൈൽ മഗ്രിബി വല്ലിഷാ അത് മഗ്രിബിൻ്റെയും ഇശാൻ്റെയും 1ഉം 2ഉം റക്അത്തിൽ. വ കദാലിക്കൽ മുൻഫരിദു ഇതുപോലെ തന്നെയാണ് മുൻഫരിദിനും. ഇത് സൂറത്തോതലി പക്ഷേ മുൻഫരിദിന് വേറെ ഒന്നുണ്ട്. വേറെ ആൾ ഇയാൾ ഇമാമിനെ തുടർന്ന് എന്നിട്ട് കിട്ടുമ്പോൾ ഇയാൾക്ക് ബാക്കിയിരിക്കുന്നതിൽ സൂറത്തോതണം. വൈൻ സ്വബിക്ക ഫിഹിമ കറാ ഫിഹിമ എന്നുണ്ടല്ലോ മഹല്ലിയിൽ. നമുക്ക് സൂറത്തോതാനുള്ള അവസരമേ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ കഴിച്ച് ബാക്കി കഥ വിട്ടെനിക്കിരിക്കുമല്ലോ എണീച്ചിട്ട് അന്നേരം സൂറത്തോതണം. അതാണ് ഫൈൻ സ്വബിക്ക ബിഹിമ കറാ ഫിഹിമ മിന്നാജിനെ മത്തിനല്ലേ. ഇനി വയജ്ഹറു ബി ഖൗലിഹി ആമീൻ കൊണ്ട് ജഹറാക്കണം. അവിടെയാണ് ചില സ്ഥലത്ത് അത് മമ്മൂമികളൊക്കെ വിട്ടുകൊടുത്താൽ അയാൾ ഒഴിഞ്ഞ്. ഇതിൽ ഫിൽ ജഹരിയ നമസ്കാരത്തിൽ അപ്പോൾ ഏതെല്ലാം ബഹരിയിൽ വരുമോ? സുബ്ഹി വരും, മഗ്രിബി, അതുപോലെ ജുമാ വരൂലേ, പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ജഹരിയ ആമ്മൻ. വകദാലിക്കൽ മഅ്മൂമു അതുപോലെ മഅ്മൂമും ജഹറാക്കണം ആമീൻ കൊണ്ട് ഒപ്പം. എങ്ങനെ വെക്കണം? വയഖറുൽ മഅ്മൂമു തഅ്മീനഹു ബി തഅ്മീനിൽ ഇമാമി ഇമാമിൻ്റെ അമീനോടൊപ്പം മഅ്മൂമിൻ്റെ അമീനെ ചേർത്ത് വെക്കണം. അത് മഅൻ ഒപ്പം എന്നല്ലാണ്ട് ലാ താക്കീബൻ ഒന്നിന് ശേഷം ഒന്നല്ല. ഇമാമിന് വേണ്ടി അമീൻ പറയണ ഫാത്തിഹനെ മോലാത്ത് മുറിയില്ല. തഅ്മീൻ ഇമാമിഹി എന്നാ പറഞ്ഞു. ഇയാൾ കൈയിട്ട് വാരിയതാണെങ്കിൽ അയാൾക്ക് സമയമായിട്ടില്ല. അപ്പോൾ ഫാത്തിഹനെ മോലാത്ത് മുറിയും ചെയ്യും. എന്താണ് ഫത്ഹുൽ മൈൻ ഇബാറത്ത് എങ്ങനെയാണ്? നമസ്കാരവുമായി ബന്ധമുള്ള കാര്യം ഫാത്തിഹിൻ്റെ ഇടയിൽ കുടുങ്ങി. ഉദാഹരണത്തിന് തഅ്മീനി ഇമാമിഹി അവൻ്റെ ഇമാമിൻ്റെ ആമീന് വേണ്ടി ആമീൻ പറഞ്ഞു എന്നാൽ ബാക്കി ഫാത്തിഹ ഓതിയാൽ മതി. ചിലതുണ്ടാവും കൈയിട്ട് പാരല്ല ഇമാമ് പറഞ്ഞതിന് മുമ്പായിട്ട് ആമീൻ പറഞ്ഞേക്കില്ലേ. അപ്പോൾ ഇവൻ്റെ ഫാത്തിഹ മുറിഞ്ഞ് തൽക്കുന്ന ഫാത്തിഹ ഓതണം. ഇല്ല ശേഷം അത് കാത്തു നിന്നിട്ട് ചിലപ്പോൾ കിട്ടാണ്ടായിപ്പോയെന്ന് കുഴപ്പമില്ല. അത് തുഹഫ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റ വരത്ത് എന്ന് പറഞ്ഞാൽ വളരെ ആതിരായിരിക്കും. ചിലപ്പോൾ അമീൻ്റെ വടക്കുന്നില്ല കൂടില്ലേ. എന്നാലും അവൻ്റെ ടൈമായി. ഇവൻ്റെ ടൈം ആവാത്തത് കൊണ്ടാണ് എന്തായത് ഫാത്തിഹ മുറിഞ്ഞത്. കാരണം മാലിക് യൗമുദ്ദീൻ ആമീൻ ഇയ്യാക നഅ്ബുദു അങ്ങനെ ഫാത്തിഹ ഇല്ലല്ലോ. ഉണ്ട് ഇവിടെ ഇമാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മുറിയോന്ന് ഇപ്പം ചിന്തിക്കണ്ടേ. അതായത് ഇമാം ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവനക്ക് ആമീൻ ശറആക്കപ്പെടുമോ എന്ന് ഇടക്കുന്ന എടെ അതെ അതില്ല. അപ്പം ഇമാമ് പറയാഞ്ഞാൽ ഇവനിക്ക് ഫാത്തിഹ തീർന്നിട്ടാകുമ്പോൾ ആമീൻ മശ്റൂആണ്. എടെ മുവാഫഖത്തിന് വേണ്ടിയിട്ട് ഇമാം അമീൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താക്കണം? മഅ്മൂം ഫാത്തിഹ തീർന്നാൽ അമീൻ പറയണം.
പക്ഷേ ഇവനിക്ക് അതിന് ടൈം ആയിട്ടില്ലല്ല. അപ്പോൾ ഫത്തുഹുൽ മുഈൻ ഇബാറത്തിൻ്റെ ലാഹിർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ ആമീൻ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, അത് മറക്കേണ്ടി വരും. മുവാലത്ത് മുറിയുമോ അതിനാണ് ആടെ ഇമാം നിൽക്കുന്നതൊക്കെ അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? കടിപ്പുറത്ത് പറഞ്ഞ കണക്ക് ഒരു ഖത്തീബിനെ പിരിച്ചു വിട്ടു. അയാൾക്ക് ബസ്സിൻ്റെ പൈസയും കൊടുത്ത് ചോറും കൊടുത്ത് വിട്ടേന്ന് പറഞ്ഞു. അമ്മയും പറയാത്തതുകൊണ്ട് ഇത്തരം ജനങ്ങൾക്ക് ഫളീലത്ത് നഷ്ടപ്പെടുത്തിയിരുന്നു. വയസ്കുത്തുൽ ഇമാമു സക്തത്തൻ അഖീബൽ ഫാത്തിഹ. ഫാത്തിഹൻ്റെ ഉടനെ എന്താക്കണം? ഇമാം കുറച്ച് അടങ്ങണം, ഒരടങ്ങലി. അതെന്തിനാ? ലി യസൂബ ഇലൈഹി നഫസഹു, അവൻ്റെ ശ്വാസം മടക്കി കിട്ടാൻ. ഇപ്പോൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു ശ്വാസം കിട്ടലല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താക്കാം? ഇവനിക്ക് മഅ്മൂമിന് ഫാത്തിഹ അഥവാ യഖ്റഉൽ മഅ്മൂമുൽ ഫാത്തിഹത്ത, മഅ്മൂമ് ഫാത്തിഹ ഓതണം ഫിൽ ജഹരിയ നസ്കാത്തിൽ ഫി ഹാദിഹി സക്ത, ഇമാമായി അടങ്ങിയ സമയത്ത്. അതെന്തിനാ? ലിയതമക്കന മിനൽ ഇസ്തിമാ ഇൻദ ഖിറാഅത്തിൽ ഇമാം, ഇമാമിൻ്റെ ഓത്തിൻ്റെ നേരത്ത് ഓത്തിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി. ഫാത്തിഹയിലേക്ക് ശ്രദ്ധിക്കുമ്പോഴോ ഇമാം ഓതുന്ന ഓത്തിലേക്കും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം കുറച്ച് പ്രയാസമാണ്. അപ്പം ഇമാം ഫാത്തിഹ ഓതാൻ വേണ്ടി സമയം കൊടുത്തു, പിന്നെ സൂറത്ത് ഓതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കായി. ഒരു ഫാത്തിഹൻ്റെ കതിരല്ലേ, നമ്മളിപ്പെല്ലാം പ്രത്യേകിച്ചും വെയിറ്റ് ചെയ്യും. പക്ഷേ തറാബിഹിലങ്ങൾക്കില്ല, മറ്റുള്ളതിലെല്ലാം ഉപ്പ മഹമ്മൂദുലാക്കാതെ ചുവടൊപ്പം ചിക്കിരിക്കില്ല, 4 വിളിർക്കാം. അവർ പകരാക്കിയ വളരെ കറക്റ്റ് നിസ്കാരം. ഇത്ര മിനിറ്റിനുള്ളിൽ തീരുമെന്ന് വെച്ചാൽ അങ്ങനെ തീരുകയും ചെയ്യും, ഒരു കുറവുണ്ടാവില്ല. ഈ പള്ളിയിൽ നിന്ന് എൻ്റെ അടുത്തിരുന്ന അറബി പറഞ്ഞ് നമ്മൾ സുഹൃത്ത് തോന്നുന്നു ഫാത്തിഹ തോന്നില്ലേ, ആ ഫാത്തിഹ ഓതാൻ പറ്റണം. അത് ചില മദ്ഹബാണ്. ഇമാമ് ഫാത്തിഹ കേട്ടാൽ മതി എന്നുള്ള ചില മദ്ഹബുണ്ട്. മദ്ഹബായിരിക്കും അയാൾ പറഞ്ഞത്. അതിന് തർക്കിക്കാൻ നിൽക്കേണ്ട. നഅം അൽഹംദുലില്ലാ ജസാക്കല്ലാഹ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒയ്യലേ പറ്റുള്ളൂ. അതെ, ഇനി ഫളീലത്തുൽ ജമാഅത്താണ്. അത് നമ്മൾ ആ ബാബ് തീർന്നില്ലേ? അനി അതെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ജമാഅത്തി തഫ്ളുലു സ്വലാത്തൽ ഫദ്ദി ബി 27 ദറജ. ജമാഅത്തായി കൊണ്ടുള്ള നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ എന്താക്കും? മറികടക്കും. എത്ര? 27 ദറജ കൊണ്ട് മറികടക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഒരു സവാബിൻ്റെ ഒരു ഇന്നും അർത്ഥം വന്നില്ല. ഇനി നമുക്ക് കണക്കാക്കാൻ കഴിയില്ലെന്നല്ലേ ഹദീസിൽ പറഞ്ഞത്, മറ്റേ ഫിഖ്ഹിൽ പറഞ്ഞില്ലേ ഈ ദർജ എന്നുള്ളത്. അതായത് മസല നമുക്ക് സങ്കല്പിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ 10 കൊടുക്കുന്ന സ്ഥാനത്ത് എന്താകും? ജമാഅത്തായി 270 കിട്ടുന്നേ. ആ ദർജൻ്റെ അളവെത്തില്ലെന്ന് പറയാൻ കഴിയില്ല. ചിലത് പറയും ആബൈനുൽ മശ്രിഖി വൽ മഗ്രിബി എന്നൊക്കെ ഒരു അളവായിട്ട് പറയും. ഇനി വറവ അബൂ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ നാസൻ ബി ബഅദി സ്വലവാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിക്കണ്ടായി കുറച്ച് ജനങ്ങൾ ചില നിസ്കാരങ്ങളിൽ വന്നിട്ട് കാണുന്നില്ല. ഫഖാല, എന്നിട്ട് അപ്പം വരാണ്ട് ഒഴിഞ്ഞു മാറിയല്ലോ. ലഖദ് ഹമ്മംതു അൻ ആമുറ റജുലൻ അൻ യുസല്ലിയ ബിന്നാസ്. അത് വലിയ ഗൗരവമായിട്ട് പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചു പോയി ഒരാൾ ഇമാമത്തിന് ഏൽപ്പിക്കുക, എന്നിട്ടോ ഈ വരാത്ത ആളെ പിടികൂടാൻ വേണ്ടി പോകണമെന്ന്. ഇമാമത്തിന് ഒരാളെ പള്ളിയിൽ ഏൽപ്പിക്കുക, എന്നിട്ട് തങ്ങൾ ഇറങ്ങിയിട്ട് എന്താക്കുക? ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളെ പിടികൂടാൻ. അതാ സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ യതഖല്ലഫൂന അൻഹ. ഈ ജമാഅത്തായ നമസ്കാരത്തിനെയും വിട്ട് പിന്തുന്ന ഒഴിഞ്ഞു മാറുന്ന ആളുകളിലേക്ക് പോകാൻ. എന്നിട്ടോ ഫആമുറ ബിഹിം, എന്നിട്ട് ഓറെ കൊണ്ട് കൽപ്പിക്കുക ഫതുഹരിക ബിഹുസ്മിൽ ഹത്ബി ബുയൂതഹും. ഒരു ബറകിൻ്റെ കെട്ടുമായിട്ട് ഓരോ വീട് തന്നെ കത്തിക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. എന്താ അത് മനസ്സിലില്ലേ? വലൗ അലിമ അഹദുഹും, നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ അന്നഹു യജിദു അലുമൻ സമീനൻ, ഒരു നെയ്യുള്ള കൊട്ട് കിട്ടുമെന്ന് കണ്ടാൽ ആടെ ക്യൂ നിൽക്കാൻ പോകുന്നില്ലേ? എന്തുകൊണ്ട് ഇവിടെ വന്നുവിടാം? ഈ ഫളീലത്ത് വേണ്ടേന്നാണ് ചോദിക്കുന്നു.
ഒരു പേക്ക് ചോറിന് പണി നമുക്ക് നിൽക്കുന്നില്ല, അപ്പം അടിയും പൊടിയെല്ലാം കൊടുത്തില്ലേ? അതാ അല്ല ഷഹീദഹ, അതാ പണ്ടേ ഉണ്ടത്. അത് പണ്ട് ഖനീമത്ത് വന്ന് നിറഞ്ഞു പറഞ്ഞില്ല, എല്ലാവരും നേരത്തെ കാലത്ത് എത്തിയപ്പോൾ പൈസ വന്ന് നിറഞ്ഞുകൊണ്ടായിരിക്കുമോ? അതാ അല്ല ഷഹീദഹ എന്ന് പറയുമ്പോൾ ഹദീസിൻ്റെ ആ ഹാൻ്റെ ലമീറടുത്തേക്ക് ഈ സംഗതി ഇഷാക്കായതുകൊണ്ടാണ് അടുത്തേക്ക് ലമീർ സലാത്തുൽ ഇഷാ എന്ന് ഇപ്പോൾ ഷറഹ് എഴുതിയത്. അതായത് ഇവിടുന്ന് നിസ്കാരത്തിൻ്റെ കൂടെ എല്ലാവർക്കും ചിരണിയും കൊടുക്കുമെന്ന് കണ്ടിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് വരുമല്ലോ എന്ന്. ഇനി വറവ അബൂ ഹുറൈറത റളിയല്ലാഹു അത് വായിച്ചില്ലേ? വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദൽ ഇശാഅ ഫകഅന്നമാ ഖാമ നിസ്ഫ ലൈലത്തിൻ. ഒരാൾ ഇശാ നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പങ്കെടുത്താൽ ആ രാത്രിയുടെ പകുതി ഭാഗം നിസ്കരിച്ചതിൻ്റെ കൂലിയാണെന്നാണ്. വമൻ ഷഹിദ സുബ്ഹ, അങ്ങനെ സുബ്ഹിലും പങ്കെടുത്താലോ ഫകഅന്നമാ ഖാമ ലൈലത്തൻ, ഒരു രാത്രി പൂർത്തിയായി മതി. അത് വേണമെന്നില്ല, ജമാഅത്തിന് എവിടെയാകാമല്ല, പള്ളിക്ക് സ്ഥലത്തിൻ്റെ ഫളായിലുണ്ട്. അതിനെ പണ്ട് പറഞ്ഞ ഫളായിൽ പലതരത്തിലാണ്. ഒന്ന് നിസ്കാരത്തിൻ്റെ വസ്ഫിലാണ്, മറ്റൊന്ന് സ്ഥലത്തിനാണ്, മറ്റൊന്ന് സമയത്താണ്. പിന്നെ പങ്കെടുക്കുന്ന ആളെ മഹത്വം വേറെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിൻ്റെ തങ്ങൾ ഇമാമായി നിന്ന മഹത്വം മറ്റുള്ള ആർക്കും കിട്ടില്ലല്ലോ. രാത്രി പോകുന്ന ആള് അതെ നടന്നു പോകുന്ന ആള്, ഇരട്ടത്ത് നടന്നു പോകുന്ന ആളെ സന്തോഷിപ്പിക്കണം. ഖിയാമത്ത് നാളിൽ വലിയ ഇരുട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് വിളിച്ചുണ്ടാവുന്ന അതിൻ്റെ ബാക്കിയുള്ളത് മിന്നൂരി താമ്മി യൗമൽ ഖിയാമ. അതാ മൻ സല്ലാ സലാത്തൻ ഫി ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് ഒരാളെ നമസ്കരിച്ചാൽ ഫഖദ് മലഅ നഹ്റഹു ഇബാദ, അവൻ്റെ നെഞ്ഞ് മുഴുവനും ഇബാദത്തോടെ നിറക്കപ്പെട്ട ആളാണ് മനസ്സ്. നെഹ്റെന്ന് പറഞ്ഞ ഖാല സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, നമ്മളെ ഇമാമല്ലേ പറഞ്ഞത്, മാ അദ്ദന മുഅദ്ദിനു മുൻദു 20 സന, 20 കൊല്ലം ഇങ്ങോട്ടായിട്ട് ഒരു മുഅദ്ദിനും ബാങ്ക് കൊടുത്തിട്ടില്ല ഇല്ല വ അന ഫിൽ മസ്ജിദ്, ഞാൻ പള്ളിയിലുണ്ടായിട്ടല്ലാതെ. അത്രയും കറക്റ്റായിട്ട് നേരത്തെ കാലത്തെ പള്ളിയിലെത്തും. അതിന്മ കണ്ടു തന്നെയാണ് താഹത്തങ്ങളുപ്പ അഹമ്മദ് വാഫക്കി വളരെ നേരത്തെ എത്തുമല്ല, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പള്ളിയിൽ ഏത് ഇരുട്ട് ഏത് വിളിച്ച് മുക്കരിക്ക പറയുന്നുണ്ട്. കോരിച്ചൊരുന്ന വഴിയായാലും കൂരാക്കൂരി ഇരുട്ടായാലും മൂപ്പർക്ക് ഒന്നും ബാധകമല്ല. ഒന്നാമത്തെ സഫിലുണ്ടാകും ഇമാമിൻ്റെ വലഭാഗത്ത്. കണ്ടാൽ പേടിയൊന്നു അങ്ങനെ പോയി സലാം പറയാമെന്നല്ലാതെ ഇതാണ് ഒരു ഹൈബത്താണ്. വക്കാല മുഹമ്മദ് ബിൻ വാസിഅ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ അഷ്തഹി മിനദ്ദുന്യ ഇല്ലാ സലാസ, ദുന്യാവിൽ നിന്ന് എനിക്ക് 3 ആഗ്രഹമല്ലാത്ത മറ്റൊന്നുമില്ല. എന്താ? അഹൻ, ഒരു സുഹൃത്ത് വേണം. ഇൻ തഅവ്വജതു അഖാമനി, എനിക്ക് വളവ് വരുമ്പോൾ എന്താക്കണം, അതിനെ നേരെയാക്കണം. എന്നെ പിടിച്ചിട്ട് എനിക്കെന്തെങ്കിലും വളവോ തിരിവോ വന്നാൽ, ചുരുക്കത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും വന്നാൽ എന്നെ നേരെയാക്കുന്ന ഒരു സുഹൃത്ത്. 2 വഖൂതം മിനർ റിസ്ഖി, റിസ്ഖിൽ നിന്നുള്ള എനിക്ക് ജീവിക്കാനുള്ളൊരു ഭക്ഷണം. അതെന്താക്കണം, അഫ്വൻ എന്ന് പറഞ്ഞാൽ ഹലാലായിക്കൊണ്ട് വേറൊരാളെ ഹക്ക് ഒന്നും കലരാത്തത്. അത് അമീൻ ഗൈരി തബീഅത്തിൻ, അതിന് മറ്റൊരാളുടെ അവകാശമില്ലാത്ത രൂപത്തിൽ ജീവിക്കാനുള്ളൊരു ഭക്ഷണം. വസലാത്തും ഫി ജമാഅത്തിൻ, അതുപോലെ ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം. ഇതേ ദുന്യാവിൽ ആഗ്രഹമുള്ളൂ. എങ്ങനെ? യർഫഉ അന്നീ സഹ്വ, എനിക്ക് സ്വന്തം മറവി ഏറ്റിയാൽ എന്താകും, ആ ജമാഅത്തിൽ അത് പൊറുക്കപ്പെടും. വയക്തബലി ഫضലുഹ, അതിൻ്റെ ഫضല് വേറെ കിട്ടുകയും ചെയ്യും. നമുക്ക് സ്വയം എന്തെങ്കിലും മറവിയിലുണ്ടെങ്കിൽ എന്താക്കും, ജമാഅത്തിൽ അങ്ങ് പരിഹരിച്ച് നോക്കണം. ഈ കീറിയ നോട്ട് വേഗം കൊണ്ട് കൊടുത്താൽ എടുക്കൂല, പക്ഷേ ഒരു 1000 നോട്ടിന് ഇടക്കുണ്ടെങ്കിൽ കുടുങ്ങിയ അവസരമില്ല, അപ്പോൾ ഒന്നും അറിയില്ല. വറുവിയ അന്ന അബാ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ബദരിയായ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അമ്മ ഖാമ മറത്തൻ, ഒരു ദിവസം ഒരു ഖൗമിന് ഇമാമത്ത് നിന്നു. ഫലമ്മൻ സറഫ, അങ്ങനെ നിസ്കാരം തീർന്നതിന് ശേഷം പറഞ്ഞ്, കാലം മാസാല ഷെയ്ത്താനു ബി ആനിഫൻ, ഷെയ്ത്താൻ എൻ്റെ കൂടെ ഇങ്ങനെ പിടികൂടുന്നു. എന്താ, നീ ഇവരെല്ലാം ഇമാമായില്ലേ, അപ്പോൾ എനിക്കൊരു ഒരു ഫഹർ പോലെ തോന്നിപ്പോയി. ഇത്രയും കണ്ട ആളെല്ലാം ഇങ്ങനെ തുടർന്നിരിക്കുന്നില്ലേ, അവിടെ മേലാൽ ഇമാമത്തിന് എന്നോട് പറയേണ്ടതാണ്. ഹത്താ റഅയ്തു അന്നലി ഫളൻ അലാ ഗൈരി, മറ്റുള്ള ആളെ അപേക്ഷിച്ച് എനിക്ക് വലിയ ഫളലുണ്ട് എന്ന് വരെ തോന്നിപ്പോയി. അതുകൊണ്ട് ലാ ഔമു ബഅദഹ അബദ, ഇനി ഒരിക്കലും ഞാൻ ഇമാമത്ത് വെക്കില്ല.
അപ്പം അവിടെ സൂചിപ്പിച്ചത് മൂപ്പരുടെ ഒരു തവാദു അവിടെ ഉണ്ട്, അതോടൊപ്പം ഇമാമിന് ഫളീലത്തുണ്ടെന്നാണ് വരുന്നത്. ഇമാമിന് പ്രത്യേക ഫളീലത്തുണ്ട് എന്ന് വരലാണ് ഹദീസിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ പഠന കാര്യം. എന്നിട്ടാണല്ലോ നിനക്ക് വലിയ ഫളീലത്തുണ്ട് എന്ന് ഇബ്ലീസ് വന്ന് തോന്നിപ്പിച്ചത്. അപ്പോൾ ഇമാമും മഅ്മൂമും കൂടെ നോക്കിയാലായിരിക്കും ഫളീലത്ത് ഇമാമിനാണ്. അതുകൊണ്ട് ഇമാമിന് ചില യോഗ്യത പോടെന്നപ്പുറം പറയും. വഖാലൽ ഹസനു റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുസല്ലു ഖൽഫ റജുലിൻ ലാ യഖ്തലിഫു ഇലൽ ഉലമാ, ഉലമായിനോട് ബന്ധപ്പെടാത്ത ഒരു റജുലിനെ പിന്നിൽ എന്താണ്ട നിസ്കരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇമാം നിൽക്കുന്നതൊക്കെ എന്ത് വേണം? ഇൽമു വേണമെന്നേ. ആലിമീങ്ങളുമായി ഇടകലർന്ന് അവരടക്കൽ പോയിക്കും വരും ചെയ്യാത്ത ഒരാളെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ കണ്ടമാൻ ആരെങ്കിലും കയറി നിന്നാൽ തുടരണമെന്നില്ല എന്നർത്ഥം. എന്നോട് ഇവിടെ അബദ്ധം പറ്റുമ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ. വഖദ് ഖാല നഖൈ റളിയല്ലാഹു അൻഹു പറയുന്നു, മസലുല്ലദി യഉമ്മുന്നാസ ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ കണ്ട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഒരാളെ ഉദാഹരണം കമസല്ലദി യകീലുൽ മാ ഫിൽ ബഹരി, ബഹരിൽ വെച്ച് വെള്ളം അളക്കുന്നവൻ്റെ മാതിരിയാണ്. അതിന് എത്ര കോരിയുന്നു എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ലല്ല. അതാ അതിന് ഉദാഹരണമാണ് ലാ യഖ്ദിരി സിയാദത്തഹു മിൻ നുഖ്സാനിഹി. ഈ കോരുമ്പെടുക്കുന്ന അവസരത്തിൽ നുക്സാനും കഴിഞ്ഞിട്ട് സിയാദത്ത് എത്ര ബാക്കിയൊന്നും തിരിയില്ലല്ല. ചുരുക്കത്തിൽ നിസ്കാരത്തിന് എന്തെങ്കിലും അടിമറിഞ്ഞാൽ ഇവനിക്കൊന്നും അറിയാൻ കഴിയില്ല. വഖാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സമിഅൽ മുനാദിയ സുമ്മ ലം യുജിബ് ലം യുരിദ് ഖൈറൻ വലം യുറദ് ബിഹി. ബാങ്ക് കാരണം കേട്ടു, മുനാദി അത് ബാങ്ക് കൊടുക്കുന്ന ആൾ, എന്നിട്ടോ അയാൾ ഉത്തരം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ജവാബല്ല ഉദ്ദേശിക്കുന്നു, നിസ്കരിക്കാം. എന്നാൽ ആ വ്യക്തി, അതായത് ഉദരില്ലാത്ത ആക്കാ പറയുന്നു, ലം യുരിദ് അയാൾ ഒരു ഖൈറും ഉദ്ദേശിക്കുന്ന ആളല്ല. ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ ഇയാൾ വേഗം വിളിക്കുത്തരം ചെയ്യേണ്ടതല്ലേ. വലം യുറദ് ബിഹി, ഖൈറിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട ഓനുമല്ല. അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ഖൈർ കിട്ടാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ട ആളുമല്ല ഇയാൾ ഖൈർ ഉദ്ദേശിച്ചിട്ടുമില്ല. ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖൈറില്ലെന്നേ. വഖാല അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ലഅൻതും ലഅഉദുനി ഇബ്നു ആദമ റസാസൻ മുദാബൻ. ഒരു മനുഷ്യൻ്റെ ചെവിയിൽ നിറക്കപ്പെടുന്നു. ഇത് റസാസ് എന്ന് പറഞ്ഞാൽ ഇയ്യം, ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഇയ്യം എന്നൊരു സാധനം ഇല്ലേ, അത് മുദാബൻ ഉരുക്കിച്ച് ചെവിയിലേക്ക് ഒഴിക്കുന്നു. അതാണ് ഖൈറുല്ലഹു, അവന് നല്ലത്, മിൻ അൻ യസ്മഅ നിദാ സുമ്മ ലാ യുജീബു, ബാങ്ക് കേട്ടിട്ട് ഉത്തരം ചെയ്യാൻ നിൽക്കുന്നതിനേക്കാണാണ്. അത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞത്. വയുർവ അന്ന മൈമൂമൻ അബ്നി മഹിറാൻ റളിയല്ലാഹു അൻഹു അത്തൽ മസ്ജിദ, പള്ളിയിലേക്ക് പോയി. ഫഖീല ലഹു, അവരോട് ചോദിക്കപ്പെട്ട്, ഇന്നന്നാസ ഖദിൻ സറഫു, ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഫഖാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ജമാഅത്ത് കഴിഞ്ഞു പോയി നയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് മൂപ്പർ പറഞ്ഞു. അപ്പോൾ ദീനിലുള്ള വലിയൊരു മുസീബത്തായിട്ടാണ് മൂപ്പർ കണക്കാക്കിയത്. എന്നിട്ട് പറയുന്നു, ഫളു ഹാദിഹി സ്വലവാത്തി, ഈ നമസ്കാരങ്ങളുടെ ഫളിൽ ജമാഅത്തായിക്കൊണ്ടുള്ള അഹബ്ബു ഇലയ്യ മിൻ വിലായത്തിൽ ഇറാഖ്, ഇറാഖിൻ്റെ മുഴുവൻ അധികാരവും എനിക്ക് കിട്ടുന്നതിനേക്കാണ് ഈ ജമാഅത്ത് കിട്ടലായിരുന്നു എനിക്ക് പ്രിയങ്കരം എന്ന്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലാ 40 യൗമൻ ജമാഅത്തൻ, 40 ദിവസം ജമാഅത്തായിക്കൊണ്ട് ഒരാൾ നിസ്കരിച്ച്, ഏത് രൂപത്തിൽ, ലാ യഫൂതുഹു മിൻഹാ തക്ബീറത്തുൽ ഇഹ്റാം, നഷ്ടപ്പെടാത്ത രീതിയിൽ. അപ്പം എന്താണ് ഇഖാമത്ത് കൊടുക്കുന്നതിനാണ് ഉണ്ടാകണം. എന്നാൽ കുത്തിബത്ത് ലഹു ബറാഅത്താനി, 2 ബറാഅത്ത് എഴുതപ്പെടും. ബറാഅത്ത് വെച്ചാൽ മോചനം. എന്തിനാ? ബറാഅത്തും മിനൻ നിഫാഖ്, ഒന്ന് നിഫാഖിനെ തൊട്ടുള്ള മോചനവും, ബറാഅത്തും മിനൻ നാർ, നരകത്തിനെത്തിലുള്ള മോചനവും. ഇങ്ങനെ 2 ബറാഅത്താണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഏത് ഇമാമിന് കിട്ടും? നല്ല നീയത്തോടു കൂടിയാണെങ്കിൽ എല്ലാം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഏത് പണിയേറ്റെടുത്ത് വാങ്ങി നിൽക്കുന്ന ആളും ഉണ്ടല്ലോ. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം തന്നെ ഇല്ലാത്ത ആളുണ്ടാവും. ജമാഅത്ത് പോയിട്ട് 40 ദിവസം എന്നല്ലേ പറഞ്ഞു, 40 മറിച്ചട്ട 40 യൗമൻ അല്ല, അത് ചെറിയ ആൾ തിരുത്തലുണ്ട്. ആ ഹദീസ് ഉള്ളത് അങ്ങനെയല്ല, അത് 40 വക്ത് എന്ന് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ചിലർ പറയും. അങ്ങനെയാണ് ഹദീസുള്ളത് നാടുന്ന ഇമാമ് വയൽ പറയുന്നുണ്ട്. പക്ഷേ മദീനത്ത് 1 കിട്ടിയാൽ അതിൻ്റെ ഫളീലത്തുണ്ട്, അത് വേറെ. ഈ ഹദീസ് അവിടത്തേക്കല്ല എന്നാണ്.
ഇനി ഫളീലത്തുൽ ഖുശൂ ആണ് നമസ്കാരത്തിലുള്ള ഭയഭക്തി, അതായത് നിസ്കാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന പരിപാടി. ഖാലല്ലാഹു തആല വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ് പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നതെന്ന്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഇല്ലത്തെടുത്തേക്ക് എത്തി, അള്ളാഹിൻ്റെ ഓർമ്മയിലേക്ക് എത്തി. അള്ളാഹിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിസ്കാരം നിലനിർത്താൻ പറഞ്ഞത്. വഖാല തആല വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുബി വൽ ആസ്വാലി വലാ തകും മിനൽ ഗാഫിലീൻ. ഇത് നമസ്കാരത്തിനും എല്ലാത്തിനും ബാധിക്കുന്നത്. നിൻ്റെ റബ്ബിൻ്റെ ദിക്ർ, ആ ദിക്റിൽപ്പെട്ട തന്നെയാണല്ലോ നിസ്കാരവും. ഫീ നഫ്സിക നിൻ്റെ തടിയിൽ, അവ നിൻ്റെ തടിയത് ഉൾക്കൊള്ളണം. ഏത് രീതിയിൽ? തളർറുഅൻ വളരെ വിനയത്തോടു കൂടി, വഖീഫത്തൻ പേടിയോടുകൂടി, വദൂനൽ ജഹരി മിനൽ ഖൗൽ അതുപോലെ വാക്കിൽ നീ ജഹർ കൂടാതെ. അപ്പോൾ കഴിഞ്ഞത്ര സിർറാക്കലാന്ന്. അതെപ്പോൾ? ബിൽ ഗുദുബി വൽ ആസാൽ രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ഇതേത് നിസ്കാരത്തിനാക്കാണ് വ്യാപകമാകുന്നത്? മറ്റുള്ള അദ്കാറിലേക്കാണ്. ചുരുക്കത്തിൽ വലാ തകും മിനൽ ഗാഫിലീനാണ് നമ്മളെ ബാബിൻ്റെ ബന്ധം. ദിക്റായാലും നമസ്കാരത്തിലായാലും ഗാഫിലീങ്ങളിൽ പെടാൻ പാടില്ല. അതാ ഖാലല്ലാഹു തആല ലാ തഖറബുസ്സലാത്ത വഅൻതും സുക്കാറ, നിങ്ങൾ കള്ളു പിടിച്ചവരായി മസ്ത് പിടിച്ചവരായിട്ട് നിസ്കാരത്തിനെ കൊണ്ട് എടുക്കാൻ പാടില്ല എന്ന് പറയല്ലോ. അപ്പോൾ നമ്മൾ തൻവീലുള്ളതാണ് നമ്മൾ ഒന്നും പറയുന്നത്. സബബുൻ നുസൂല് ഖംറിലാണ്. പക്ഷെ എന്തുണ്ട്? ഖംറല്ലാത്ത വേറെ വിഷയത്തിൽ ലയിച്ച് എന്നിട്ട് നിസ്കാരത്തിൻ്റെ റക്കായത്ത് ഓർമ്മയില്ല, എത്ര എക്കിച്ചൊന്നും ഓർമ്മയില്ല, ഒരു കഥയില്ലാണ്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോവുക. അതെ, അപ്പോൾ മാന അവിടെ ഉണ്ടെന്ന്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ എന്ത് പറയുന്നു എന്നറിയാത്ത കാലത്തോളം. വഅലൈക്കും ഖീല സുക്കാറ മിൻ കസ്റത്തിൽ ഹമ്മി, അതാ സബബുൻ നുസൂലിൽ പറഞ്ഞത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ്. അവിടെ കീലെന്ത് പറഞ്ഞ്? ഹമ്മിൻ്റെ കസ്റത്തിനാൽ സുക്കാറിയായിപ്പോയി. വക്കീല മിൻ ഹുബ്ബി ദുന്യ, ദുന്യാവിൻ്റെ ഹുബിനാലും. അത് പല ജോലിയിലും എന്താന്ന് കഴിഞ്ഞ പാട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടിട്ട് എന്താക്കും, നിസ്കാരം അങ്ങനെ ഒരു പത്തേക്ക് കൂടി ഓട്ടോമാറ്റിക്കായിട്ടാണ് പോകുന്നു, യാന്ത്രികം. അതാ വഖാല വഹബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മുറാദ ബിഹി ലാഹിറുഹു, അതിൻ്റെ ആയത്തിൻ്റെ മുറാദ് ലാഹിർ തന്നെയാണ്. ഈ ലാഹിർ ഖംറ് ഹറാമാക്കപ്പെടുന്നതിന് മുമ്പ് കുറച്ച് കൂട്ടർ കുടിച്ചതിൻ്റെ അവസാനം ഓത്തെല്ലാം തെറ്റിയെന്നാന്ന് തൻവീലുള്ളതാണ് നമ്മൾ സബബുൻ നുസൂൽ പറഞ്ഞു. ആ ലാഹിർ തന്നെ മുറാദ്. എന്നിട്ടോ ഫീഹി തംബീഹുൻ അലാ സക്രി ദുന്യ, ദുന്യാവിൻ്റെ സക്ർ എന്നുണ്ട്, അതിൽ തംബീഹാണുള്ളത്, നേരെ ഡയറക്റ്റ് അർത്ഥമല്ല. എന്തുകൊണ്ട്? ഇത് ബയ്യന ഫീഹിൽ ഇല്ലത്ത ഹത്താ തഅലമു മാ തഖൂലു, നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സ്വയം അറിയണം എന്നല്ല ഇല്ലത്ത്. അപ്പോൾ ദുന്യാവിൻ്റെ ഹബ്ബിലും ദുന്യാവിൻ്റെ സക്കലിലും പെട്ടിട്ട് ഞാനെന്താ പറയുന്നതന്നെ തിരിയുന്നില്ലെങ്കിൽ ഈ ഇല്ലത്തോടെ ശരി തന്നെ. അതാ വക്കമ്മിൻ മുസല്ലിൻ ലം യശ്റബിൽ ഖംറ, കള്ള് കുടിക്കാത്ത എത്രയോ നമസ്കാരക്കാരുണ്ട്. വഹുവ ലാ യഅലമു മാ യഖൂലു ഫീ സ്വലാത്തിഹി, നമസ്കാരത്തിൽ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് അറിയുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. റബ്ബനാ അത്മിം ലനാ നൂറനാ വൈസ്റാഫനാ ഫീ അംരിനാ, അർത്ഥം വെച്ചോ കേട്ടെന്ന്. റബ്ബനാ അത്മിം ലനാ നൂറനാ വൈസ്റാഫനാ ഫീ അംരിനാ, അങ്ങനെ ദുആ ഉണ്ടാകുമോ? നമ്മളെ നൂറ് ഖുർആനിൽ രണ്ട് സ്ഥലത്തുള്ള ദുആയാണ്. റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ എന്നുള്ള ദുആ ഒരു സ്ഥലത്ത്, റബ്ബനാ ഗഫിർ ലനാ ദുനൂബനാ വൈസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ മറ്റൊരു ദുആ. അതെന്താക്കിയെന്നറിയോ? അത് രണ്ടും കൂടെ കൂട്ടി ജോയിൻ്റ് ആക്കിയിട്ട് ഒന്നുണ്ടാക്കി. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അങ്ങനെ വേറെ മുസാഫിടത്തിൽ തന്നെ കാണിച്ചു കൊടുത്തതാ. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വൈസ്റാഫനാ ഫീ അംരിനാ. കണ്ട, ഇത് പറയാം. റബ്ബന അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, മറ്റേത് പൊറുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് പൂർത്തിയാക്കി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടായത്തും എടുത്ത് കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ പോകുന്ന ഞങ്ങളുടെ ഉടനെ എന്താക്കി നമ്മളെ ബലിയാളയത്ത് പോയി. അല്ല അപ്പം റബ്ബന ഗഫിർ ലനാ ആ ദുആ കേൾക്കാൻ പാടില്ലേ? എന്നിട്ട് നിങ്ങൾ അയാൾ പറയുന്നത് കേൾക്കാൻ പാടില്ലെന്ന് ഞാനതാ പറഞ്ഞത്. ഒന്നിക്കിലും ഒറ്റാന്ന് പറയുക, അല്ലെങ്കിൽ ഇരട്ടാന്ന്. വരട്ടാന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുമോ? അതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് ജോയിൻ്റാക്കി പറയുന്നത് എന്താ തിരിയണ്ടേ? ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. ഇപ്പം റബ്ബന അത്മിം ലനാ നൂറന, നമ്മുടെ നൂറ് നീ പൂർത്തിയാക്കിത്താ. വൈസ്റാഫനാ ഫീ അംരിനാ, നമ്മുടെ കാര്യത്തിലുള്ള എല്ലാ എടുത്തുചാട്ടം കൂടെ അധികം പറ്റുമെല്ലാം പൂർത്തിയാക്കിത്താ. തമ്മിൻ തക്സീറനാന്നുണ്ട്. പോരായ്മ എന്തെങ്കിലും ബാക്കിയുണ്ടാകും. പണ്ടേ
എല്ലാ ഹത്തവും തീർത്തത് എന്നും എന്നുവെച്ചാൽ പ്രസ്സിൽ എൻ്റെ ഹത്ത് ബാക്കി വെച്ചിട്ട് എല്ലാം ചേർത്തിട്ടുണ്ടാ ഞാൻ വേനാ മൊലീത്തെ അവിടുത്തെ വെക്കറാ എല്ലാ ഹത്തകളും തീർത്തിട്ടാണ് അതിൽ നിന്ന് പറയുന്നു. അപ്പോൾ ധൈര്യമായിട്ട് ഓതാ ഇതല്ലേ വരിക. നോക്കുമ്പോൾ പ്രസ്സിൽ വല്ല ഹത്തവും ചേർക്കാനാണ് എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല എന്നർത്ഥം. ഞാൻ മനസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടി ഓതി വത്തോഫന മഅൽ അബുവാബ് എന്ന്. ഞാനൊരു അടി കൊടുത്തിപ്പോൾ എല്ലാ കിതാബിലുള്ളത് ഇങ്ങനെയാന്ന് കാണിച്ചു തന്നു. അപ്പോൾ കുട്ടി മാതൂറാണ്. ഞാനോട് എന്താക്കി ഒരു മുട്ടായും കൊടുത്തിട്ട് പൊരുത്തപ്പൊടിച്ച്, കാരണം അത് ചെയ്തത് തെറ്റാ. ആ കുട്ടി ഉത്തരവാദിയല്ല. അച്ചടിച്ച കിതാബിൽ മുസാഫിലുള്ളത് അബുബാബ് എന്നാണ്, കേരളത്തിൽ അടിച്ച മുസാഫിലുള്ളത്. ആ കണക്കിന് ഇടല മുസാഫിൽ വളരെ ശ്രദ്ധ ഉണ്ട്. ഇല്ല, ഇതിനിടയ്ക്ക് നമ്മൾ നാട്ടിൽ നിന്ന് അടിച്ച മുസാഫിൽ അന്നാമ സൂറത്തിൽ 9 ഹത്ത് ഒറ്റ പേജിൽ ഞാൻ പെന്നും തുറന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് എത്രത്തോളം ഇരുത്തുക. പ്രസാറോട് വിൽക്കുന്ന ആളോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് പഠിപ്പിക്കുന്ന ആൾ തിരിച്ചിക്കോട്ട് വിറ്റ് പൈസയാക്കി. മാ നഫ്കഹു കസീറനാണ് മാ രണ്ടും കാഫ ഉള്ളത്. നമ്മുടെ നാട്ടിൽ അത്രയേ ഉള്ളൂ, ഏത് ഫീൽഡിൽ അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാം തസാഹുലും. അത് ഭരണമായാലും ശരി ഭരണം ഇല്ലാത്തതായാലും ശരി. പോട്ട് വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല റകഅതൈനി ലം യുഹദ്ദിസ് ഫീഹിമാ നഫ്സഹു ബിശൈഇൻ മിനദ് ദുനിയ. ഒരാൾ 2 റക്അത്ത് നമസ്കരിച്ചു, ദുന്യാവിൽപ്പെട്ട ഒരു ശൈ കൊണ്ടും അവൻ്റെ മനസ്സിൽ ഹദീസുൻ നഫ്സില്ല അല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ സാധിക്കും. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്നാൽ അവൻ്റെ ദോഷങ്ങളിൽ നിന്ന് മുമ്പ് കഴിഞ്ഞ എല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തെന്ന് പറഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമ സ്വലാത്തു തമസ്കുനുൻ വതവാദുഉൻ വതളർറുഉൻ വതബാഉസുൻ വതനാദുമുൻ. നമസ്കാരം എന്താക്കി ഈ താഴെ പറയുന്ന 5 കാര്യത്തിൽ ഹസ്റാക്കി. നമ്മൾ ഇന്നമ പറയില്ലേ, ഇന്നമ സ്വലാത്തു എന്തായാലും തമസ്കുൻ മിസ്കീനായി അഭിനയിക്കില്ല, ഞാൻ മിസ്കീനാണെന്ന് പാസാക്കൽ. അതുപോലെ തവാദു വിനയം, തളർറു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെക്കൊള്ള താണ് കേണ് കീഴടങ്ങൽ, തബാവുസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈമിൽ ഒന്നുമില്ല ഞാൻ മോശക്കാരനാണ്, തനാദുമ് എന്ന് പറഞ്ഞാൽ വന്നെല്ലാം തെറ്റാന്ന് ആ തെറ്റെല്ലാം ഖേദം. ഇതെല്ലാം കൊണ്ട് അടങ്ങുന്ന ഈ 5 കാര്യം അടങ്ങുന്നതാണ് നമസ്കാരത്തിൻ്റെ ഉള്ളടക്കുന്നത്. അതിൽ ഹസറാക്കി. ഇനി അതാ നിൻ്റെ കൈവൊക്കെ ഫത്ത അല്ലാഹുമ്മ ഇല്ലം യഫ്അൽ ഫഹിയ ഖിദാജുൻ. അല്ലാഹു തആല എന്താന്ന് അതാ നീ കൈവച്ചിട്ട് എന്നതിൻ്റെ പരമാക്കി പറഞ്ഞേ ഇതൊക്കെയാണ് നമസ്കാരത്തിൽ വേണ്ടത്. ഇതൊന്നും വരുന്നില്ലെങ്കിൽ ഇതൊരു തന്നെ തട്ടിപ്പ് എന്ന്. ഖിദാജ് എന്ന് പറഞ്ഞാൽ വരുന്ന പ്രകടനം മാത്രം, കാതലില്ലാത്ത വെറും തട്ടിപ്പ് കാണുന്നില്ലോ, ഒരു അഭിനയം എന്ന് മാത്രമായി മാറുന്നു എന്നാണ്. വറുവിയ അനില്ലാഹി സുബ്ഹാനഹു വ തആല ഫിൽ കുതുബി സാലിഫ. മുൻകഴിഞ്ഞ കിതാബുകളിൽ നമ്മുടെ ടൈം എത്ര ഇപ്പോൾ നമുക്കവിടെ മറ്റു കുറച്ചുകൊണ്ട് ദേശം നമ്മുടെ മതിയാ. അതെ, നമുക്ക് നീ ഒരു തഫന്നുനും ഒന്നും കിട്ടും, അത് ഓർമ്മിച്ച് വെച്ചാൽ മതി.